ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് അമ്മയും കൊണ്ടിട്ട് ഞാൻ ലുലുവിലാണ് പോയത്. ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോയത്. അപ്പം എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ ഒരു ഗർബ ഡാൻസ് അല്ലെങ്കിൽ ദാണ്ടിയ നൈറ്റ് നമുക്ക് ഈ ഒരു ഡാൻസ് കാണാൻ പറ്റി. ഇത് കണ്ടപ്പോഴത്തേക്കും എഗെയിൻ ഞാനൊന്ന് ബോംബെയിലോട്ട് ഒന്ന് പോയൊരവസ്ഥയായിരുന്നു. ഞാൻ ആക്ച്വലി എല്ലാ വർഷവും ഇവിടെ ദാണ്ടിയ നൈറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ നേരിട്ട് കാണുന്നത്. അല്ലാതെ ബോംബെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ അത് കാണാനുള്ളൊരു ക്രൗഡ് കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ ഫ്ലോർസിലും ഇങ്ങനെ ആൾക്കാർ ഫുൾ ക്രൗഡഡായിട്ട് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളൊരു ലാസ്റ്റ് 5 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിന്ന് അത് കണ്ടു, എൻജോയ് ചെയ്തു. നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. അവർ കുറച്ച് പേര് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കളിക്കുന്നുണ്ടായിരുന്നു. ഇത് അമ്മയൊക്കെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാക്കിൽ നമുക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. നമുക്ക് ബാക്കിൽ നമുക്കും ജോയിൻ ചെയ്യാം. കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്കത് ജോയിൻ ചെയ്ത് സർക്കിളായിട്ട് നമുക്ക് നിൽക്കാവുന്നതാണ്. സോ അവർ സ്റ്റെപ്സ് അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കണ്ടോ, ഈ ഗർബ ഡാൻസുള്ള ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ കളിച്ച് പോകുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ ഇതുവരെ ബോംബെയിൽ ഇത്രയും വർഷം ഞാൻ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും എന്നെ കളിക്കാനായിട്ട് എൻ്റെ പാരൻസ് സമ്മതിച്ചിട്ടില്ല. ബിക്കോസ് അത് ക്രൗഡഡ് ആണ്. പിന്നെ ഈ ദാണ്ടിയ സ്റ്റിക്കൊക്കെ വെച്ച് കളിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തലയിലൊക്കെ കൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇതുവരെ കളിക്കാനേ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കളിക്കാൻ സമ്മതിക്കാറില്ല. ഇപ്പം പിന്നെ ഹസ്ബൻഡ് സമ്മതിക്കാറില്ല. പിന്നെ കുഞ്ഞു കുട്ടികളായിരുന്നാൽ പോലും ആ ഗർബ ഡാൻസിൻ്റെ അല്ലെങ്കിൽ ആ ദാണ്ടിയ ഡാൻസിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളിക്കാൻ കാണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളൊരു സ്ട്രെസ് ഫ്രീ അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺസ്, നല്ലൊരു എക്സസൈസ്, മൈൻഡ് റിലീഫ് എല്ലാമാണ്. സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി സത്യം പറഞ്ഞാൽ മിസ് ചെയ്യരുത്. പിന്നെ എന്നെ വളർത്തിയതുപോലെ അങ്ങനെ എല്ലാവരും വളർത്തണമെന്ന് ഞാൻ പറയത്തില്ല. ലൈക്ക് കുറച്ചൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെ വിടാം. അപ്പോൾ എൻ്റെ ഒരു വണ്ണം വിചാരിച്ചിട്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ പോയി നിൽക്കാതെ. അപ്പോൾ എന്നെക്കാളും വണ്ണമുള്ള ആൾക്കാരൊക്കെ അത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും യെസ്, അത് നല്ലതല്ലേ എന്നുള്ളത് എനിക്കും തോന്നി. പക്ഷേ എന്നെ വിടാത്തില്ല. ഞാൻ പിന്നെ ഇവർ പറയുന്ന പോലെയാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് ഓക്കെ, പിന്നെ അവരുടെ ഒരിതിന് വേണ്ടിയിട്ട് മാത്രം ആണ്. പക്ഷേ മോളെ എനിക്ക് വിടണമെന്നുണ്ടായിരുന്നു. സോ അപ്പോൾ മോള് പറഞ്ഞു ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൾക്ക് ആക്ച്വലി ആ ഡ്രസ്സ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം. ആ ഡ്രസ്സൊക്കെ വിട്ടിട്ട് അവളെ ഒന്ന് കളിക്കാനായിട്ട് വിടണമെന്ന് എനിക്കുണ്ട്. അവരാ പറഞ്ഞു തരുന്ന സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ആ വരുന്ന പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു പാട്ട് കേട്ടോ, ഗർബ ഡാൻസിൻ്റെ ഈ ദാണ്ടിയ സമയത്ത് വരുന്ന പാട്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞു. അവിടെ തന്നെ ആ ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ലുലു മോളിൽ അവിടെ എവിടെയായിട്ട് കുറേ ഇങ്ങനത്തെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അട്രാക്ഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ട്രീ ആണത്. ഒരു മാൻമെയ്ഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ട്രീ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചസ് ഒക്കെ ഇങ്ങനെ ഷേക്ക് ആവും. എൻ്റെ കണ്ണ്, മൂക്ക്, ചുണ്ട്, ഐബ്രോസ് അതൊക്കെ ഇങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ആക്ച്വലി അതിൻ്റെ വായിലൊക്കെ കൈയിടാനൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് പിന്നെ അതൊരു കളിയായി. കണ്ടോ, ഒന്ന് തൊട്ട് നോക്കൂ, എന്നിട്ട് പേടിച്ചിട്ടാണ് കുട്ടികൾ മാറ്റുന്നത്. സം കിഡ്സ് ആർ ലൈക്ക് അവർ ഭയങ്കര ധൈര്യശാലിയാണ്. ആക്ച്വലി അത് തൊടാൻ പാടില്ല, അതാണ് അതിൻ്റെ റോപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ കിഡ്സ് വെയർ ലൈക്ക് അവർക്ക് അതിൽ ഒന്ന് ടച്ച് ചെയ്ത് അതിൻ്റെ ഒരു ഞാനും ഇപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതൊരു ഈ കാർ സീറ്റില്ലേ, ആ കാർ സീറ്റിൻ്റെ ഒരു സീറ്റർ പോലെയാണ് എനിക്ക് തോന്നിയത്, സ്പോഞ്ചി ടൈപ്പ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ഗ്രാസിൻ്റെ മാറ്റ് വിരിച്ചിട്ടാണ് ഇത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇലക്ട്രിക് കറണ്ടിലാണത് ഇങ്ങനെ ബാറ്ററി പോലെ എന്തോ കൊടുത്തിട്ട് ഇങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ഫൺ, അത്രയേ ഉള്ളൂ. ഐസൊക്കെ അതിൻ്റെ ഒരു ഐലിഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ മോള് പിന്നെ അമ്മയെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അങ്ങനത്തെ കുറച്ച് നേരം നിന്ന് അവിടെ പിന്നെ ഒന്ന് നോക്കി. ഒരു ഡിഫറെൻ്റാണ്, ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ടോയോ ആണോ എന്ത് വേണമെങ്കിലും പറയാൻ തോന്നുന്നു. അപ്പോൾ നമ്മളും കുറച്ച് നേരം പിന്നെ അവിടെ നിന്നൊന്ന് നോക്കി. പിന്നെ തിരക്കൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് 1-2 ഫോട്ടോസ് മാത്രം ഒന്ന് എടുത്തു.
കുട്ടികളെല്ലാവരും കണ്ട് പോയി. ആക്ച്വലി അത് നമുക്ക് തൊടാൻ പാടില്ല, അതാണ് ആ റോപ്പ് ചുറ്റിനും അവർ ഇട്ടിരിക്കുന്നത്. പക്ഷേ അവിടെ സെക്യൂരിറ്റി ആരും ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ലൈക്ക് കറണ്ടിൻ്റെ ആയതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ലുലു ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല, അവർ നല്ലപോലെ സേഫായിട്ട് തന്നെയായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഓക്കെ എന്ന് വിചാരിച്ചു. അവൾക്ക് പിന്നെ അത് കണ്ടും അത് നോക്കിയിട്ടും മതിയാവുന്നില്ല. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അത് കളിക്കണം എന്നുള്ളൊരിത് തന്നെയായിരുന്നു. കുറേ കുട്ടികളെ അവർ വലിച്ചാണ് കൊണ്ടുപോയത്, വാ പോകാം എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് കുട്ടികൾക്കൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാവരും കണ്ടില്ല, അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ഫുൾ ടൈം. അതിനെ ആ ഒരു ഗ്രാസിൻ്റെ ഒരിത് വെച്ചിട്ട് അതിലൊരു ട്രീ നിൽക്കും പോലെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് അത് കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി. ജസ്റ്റ് ഓഫേഴ്സൊക്കെ വാസ് ഗോയിങ് ഓൺ. ഇപ്പോൾ നവരാത്രി സമയം ആയതുകൊണ്ട് എല്ലായിടത്തും ഓഫേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാറ്റ ഷോറൂമിലൊന്ന് കയറി. അപ്പം ചെരുപ്പൊന്ന് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ആക്ച്വലി ചെരുപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അമ്മയ്ക്ക് പറ്റും പോലത്തെ കംഫർട്ടായിട്ടുള്ള ചെരുപ്പുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അമ്മ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മതി, നമുക്ക് ബില്ല് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അമ്മ അത് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എനിക്ക് ആക്ച്വലി ചെരുപ്പ് ഉണ്ട്, 2 പെയർ ഓഫ് ചെരുപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ ബാഗൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബാഗൊക്കെ കണ്ടപ്പോഴത്തേക്കും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പക്ഷെ ഞാനങ്ങനെ മേടിച്ചൊന്നുമില്ല, ഹാൻഡ് ബാഗൊന്നും മേടിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ചിലതിലൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടോ, നമുക്ക് കല്യാണത്തിന്, പാർട്ടി, റിസപ്ഷൻ, വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിന്നർ നൈറ്റോ അങ്ങനെയൊക്കെ, കാൻഡിൽ ലൈറ്റ് ഡിന്നറോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഷൂസൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല കംഫർട്ടായിട്ടുള്ള നല്ല നല്ല ഷൂസ് ഉണ്ടായിരുന്നു, ഓഫേഴ്സും ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ അടുത്ത് ആ ഷൂസ് അങ്ങനത്തെതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പോഴെനിക്ക് വാങ്ങിക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അമ്മയ്ക്ക് മാത്രം ഒരു പെയർ ഓഫ് ചെരുപ്പ് നമ്മൾ ബാറ്റയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ ബോയ്സിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടനും അതൊന്നും വാങ്ങിക്കേണ്ട എന്നുള്ളൊരു പ്ലാനായിരുന്നു. പുള്ളിക്കാരനിപ്പം എല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂഡിയോയിൽ കയറി. സൂഡിയോയിൽ ഞാൻ ഇതൊരു ഡ്രസ്സ് ട്രയൽ ചെയ്തതാണ്, കൊള്ളാമെന്ന് പറയണേ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.